ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. 9 വർഷത്തിനിടെ കേരളത്തിലെ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായതായി മുഖ്യമന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവ് പുലർത്തുന്ന പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിന്റെ പ്രത്യേകതയാണ്. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് ഏറെ മുന്നിലാണ്. കുറ്റാന്വേഷണത്തിൽ ഇന്ന് യാതൊരു വിധത്തിലുള്ള ബാഹ്യമായ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 13 പദ്ധതികളുടെ ഉദ്ഘാടനം, 7 പദ്ധതികളുടെ ശിലാസ്ഥാപനം, ഇതെല്ലാം ഇന്ന് ഒറ്റ വേദിയിൽ നടക്കുകയാണ്. ചങ്ങനാശ്ശേരി അരിക്കത്തിൽ കൺവെൻഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. കേരള പോലീസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റാന്വേഷണ രംഗത്തും ക്രമസമാധാന പാലന രംഗത്തും മികച്ച പ്രവർത്തനങ്ങളാണ് പോലീസിൻ്റെതെന്നും മന്ത്രി വാസവൻ അഭിപ്രായപ്പെട്ടു. അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം. അതിലേറ്റവും സുപ്രധാനമാണ് സ്വന്തമായൊരു നല്ല ഇരിപ്പിടം. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥലം വളരെ പരിമിതമായ സൗകര്യങ്ങളും അവിടെ എത്തിച്ചേരുന്ന പോലീസുകാർക്ക് തന്നെ ഏതാണ്ട് 76ഓളം പേര് വരുന്ന സ്ട്രെങ്ത് പൊതുവിൽ അതിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നതിന് തന്നെ അപര്യാപ്തമായ സ്ഥിതിവിശേഷമാണ് സ്ഥലപരിമിതി കൊണ്ട്. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം റേഞ്ച് DIG S സതീഷ് വിനോ, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, ജില്ലാ അഡീഷണൽ SP AK വിശ്വനാഥൻ, ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ, നഗരസഭാംഗം ബെന്നി ജോസഫ്, അനൂപ് അപ്പുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. 2 നില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ വെയിറ്റിംഗ് ഏരിയ, ഓഫീസ് മുറികൾ, റെക്കോർഡിംഗ് മുറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രത്യേകം ലോക്കപ്പുകൾ, ശൗചാലയങ്ങൾ, തൊണ്ടി മുതൽ സൂക്ഷിക്കാനുള്ള മുറി, CPO വിശ്രമമുറി, സ്റ്റോർ മുറി, ഡൈനിങ് ഏരിയ, ശുചിമുറി ബ്ലോക്ക് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.